വർഷങ്ങൾക്ക് ശേഷത്തിലെ മുരളി AR റഹ്മാനാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിക്കാൻ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, AR റഹ്മാൻ്റെ യഥാർത്ഥ പേര് ദിലീപ് എന്നാണെന്നും അദ്ദേഹം ജനിച്ചത് ഹിന്ദു മതത്തിലാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം പോപ്പുലർ ആകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാം പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ആകുന്നത്. ഈ സിനിമയിൽ മുരളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഒരു ഇസ്ലാം പശ്ചാത്തലത്തിലാണ് മുരളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം, ചെന്നൈയിൽ AR റഹ്മാൻ ഒത്തിരി സംഗീത സംവിധായകർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം അദ്ദേഹം ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് ഈ സംഗീത സംവിധായകർ ഇറക്കിയ പല സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും റഹ്മാൻ ചെയ്തതാണ് എന്ന് പൊതുവെ ഇൻഡസ്ട്രിയിൽ ചർച്ചയുണ്ട്. ഇളയരാജയുടെ പോലും പല പാട്ടുകളും ആ കാലത്ത് ഇറങ്ങിയത് റഹ്മാൻ കമ്പോസ് ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. റഹ്മാനോട് ഇന്ന് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ പബ്ലിക്കായി പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാവാം. അങ്ങനെയെങ്കിൽ ഈ പടത്തിൽ പറയുന്ന ഇന്ദ്രധനുഷ് അഥവാ ഇന്ദ്ര ആരായിരിക്കും? മൂന്നാമത്തെ കാരണം റഹ്മാൻ്റെ പാഷനുകളാണ്. അദ്ദേഹത്തിന് സിനിമ എന്നൊരു പാഷനേ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് പുറത്തെവിടെയെങ്കിലും പോയി സ്വന്തമായി മ്യൂസിക് ആൽബങ്ങൾ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ എന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. I thought my first film Roja would be the last film. After that I'll go back doing albums and jingles back again. ഇതേ പാഷൻ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷത്തിലെ മുരളിയുടേത്. മുരളി ഇന്ദ്രധനുഷിനോട് പറയുന്ന പാഷനുകളും ഏകദേശം ഇതേപോലത്തെ പാഷനുകളാണ്. മുരളിയുടെ ആഗ്രഹവും വിദേശികൾ ചെയ്യുന്നത് പോലെ സ്വന്തമായി മ്യൂസിക് ആൽബങ്ങൾ ചെയ്യണം എന്നാണ്. നാലാമത്തെ കാരണം പറയുകയാണെങ്കിൽ അത് വർഷങ്ങൾക്ക് ശേഷത്തിലെ സ്പോയിലർ പോലെയായി പോകും. ഇത് തപ്പില്ല. എന്നിരുന്നാലും പടം കണ്ടവർക്ക് കലങ്ങും. അത് മറ്റൊന്നുമല്ല, ഒത്തിരി കാലങ്ങൾക്ക് ശേഷം AR റഹ്മാൻ മലയാളത്തിലേക്ക് വരുന്നു. അതായത് മുരളി ഒത്തിരി കാലത്തിന് ശേഷം മലയാള സിനിമയിൽ പാട്ട് ചെയ്യാൻ വരുന്നത് പോലെ വർഷങ്ങൾക്ക് ശേഷം AR റഹ്മാൻ മലയാളത്തിൽ പാട്ട് ചെയ്യാൻ വരുന്നു. ആ ചെയ്യാൻ വരുന്ന സിനിമയാകട്ടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഒരു നാടകം പോലെ കാണിച്ച് നന്നായിട്ട് വിനീത് ശ്രീനിവാസൻ ട്രോളുന്നുണ്ട്. ആ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് സിനിമാക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് AR റഹ്മാൻ ഒരേ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നാൽ വന്നിട്ട് പോകുമ്പോൾ അദ്ദേഹം 4-5 പാട്ടുകൾ ചെയ്യുകയും ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ഈ സിനിമയിലും ആ നാടകത്തിൽ മൊത്തം പാട്ട് കയറ്റി കുത്തി നിറക്കണമെന്ന് നാടക സംവിധായകൻ പറയുന്നതായി ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. അതൊരു തരത്തിൽ നല്ലൊരു ട്രോളാണ്. ആ പടത്തിൽ അഭിനയിച്ച നായകനെയും ആ പടത്തെയും ഒക്കെ നന്നായി ട്രോളുന്നുണ്ട് ആ നാടകം വഴി. എന്നിരുന്നാലും ഇതെനിക്ക് തോന്നിയ ഒരു തോന്നൽ മാത്രമാണ്. ഇത് ശരിയാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇല്ലാത്തവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നന്ദി.